നിതിൻ ഗഡ്കരിക്ക് ഹമാസ് ബന്ധമുണ്ടോ? വല്ലാത്ത ചോദ്യമാണല്ലോ പ്രിയ. ഇത് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ മിക്കവാറും ഈ വീഡിയോയുടെ തമ്പ് നിതിൻ ഗഡ്കരിക്ക് ഹമാസ് ബന്ധം അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിക്ക് ഭീകരബന്ധം എന്നൊക്കെ തമ്പിട്ടാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തമ്പ് വരുന്നത്. തമ്പ് എനിക്കറിയില്ല, എങ്ങനെ വരുമെന്നറിയില്ല. അങ്ങനെ വന്നാൽ ആളുകൾ ഊടുപാട് നമ്മളെ ചീത്ത പറയും. എന്തായി പറയുന്നത്? പക്ഷേ അതൊരു സറ്റയർ ആയിട്ട് ആക്ഷേപഹാസ്യം പോലെ അങ്ങനെ പറയാം. ഇത് നിതിൻ ഗഡ്കരി തന്നെ നടത്തിയ ഒരു വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇങ്ങനൊരു പറച്ചിൽ വന്നിരിക്കുന്നത്. तो मुझे लगा ये कौन है, तो मैंने भी हाथ मिलाकर पूछा, तो हम्मस करके जो है उसका प्रमुख था. നിതിൻ ഗഡ്കരി പറയുകയാണ്, അതിൻ്റെ വീഡിയോ ഇപ്പോൾ അവൈലബിൾ ആണ്, പ്രിയ കണ്ടല്ലോ. ആ വീഡിയോ നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, BJPയുടെ മുൻ അധ്യക്ഷൻ, നാഗ്പൂരിലെ കിരീടം വെക്കാത്ത രാജാവ് എന്നൊക്കെ പറയുന്ന BJPയിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനാണ് നിതിൻ ഗഡ്കരി. എപ്പോഴെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ മാറ്റം ഉണ്ടായാൽ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദവി വിട്ടാൽ പ്രധാനമന്ത്രിയായി പരിഗണിക്കാവുന്ന 3-4 പേരിൽ ഒരാൾ നിതിൻ ഗഡ്കരിയാണ്. കാലങ്ങളായി നിതിൻ ഗഡ്കരിയുടെ പേര് ഇപ്പോഴും പറയാറുണ്ട്. നമ്മുടെ കേരളത്തിലെ പിണറായി വിജയനാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ആളുമാണ്. പിണറായിയുടെ വീട്ടിൽ വന്നിട്ട് മരുമോനെ ആളാക്കാൻ വേണ്ടി പിണറായി സദ്യ കൊടുത്ത ആളാണ് ഗഡ്കരി. പക്ഷെ നിതിൻ ഗഡ്കരിയെ സംബന്ധിച്ച് ഇത് കണ്ടിട്ടുണ്ട്. KK ജോസഫ് ഇതിനപ്പുറത്തും കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന ആളായതുകൊണ്ട് അത്തരം കച്ചവടമൊന്നും നിതിൻ ഗഡ്കരിയുടെ അടുത്ത് ഓടില്ല. അല്ലെങ്കിൽ നമ്മുടെ കുതിരാൻ തുരങ്കമില്ലേ, കുതിരാൻ തുരങ്കം കേന്ദ്രത്തിൻ്റെ പൈസ കൊണ്ട് പാലക്കാട്ടേക്കുള്ള കുതിരാൻ തുരങ്കത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപ്പാതയാണ്. അത് നിർമ്മിച്ച് കഴിഞ്ഞ് പൂർത്തിയായപ്പോഴത്തേക്ക് മരുമോൻ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. ഫ്ലക്സൊക്കെ വെച്ചു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി അതാണല്ലോ. അങ്ങനെ ഫ്ലക്സ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലക്സ് വെക്കുന്നതിന് മുമ്പ് ഓൺലൈനായിട്ട് ഉദ്ഘാടനം ഗഡ്കരി അങ്ങ് നടത്തിക്കൊള്ളാൻ ഗഡ്കരി പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പം സദ്യ കൊടുത്താൽ നിതിൻ ഗഡ്കരിയെ കുപ്പിയിലാക്കാം എന്ന് കരുതുന്നത് ചുമ്മാതാണ്. ഗഡ്കരി ആരാമോൻ. ഈ ഗഡ്കരിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തനിക്കൊരു ഭീകരബന്ധമുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പം പോറ്റിയും പിണറായിയും കൂടെ നിൽക്കുന്നത് ബന്ധമാണ്, അവർ തമ്മിലുള്ള ബന്ധമാണെന്ന് പറഞ്ഞത്. ഒരു ചിത്രത്തിൽ നിന്നാൽ ബന്ധമാണ്. ഇപ്പോൾ ചിത്രത്തിൽ നിന്നാൽ ബന്ധം. ഇപ്പോൾ പോറ്റി വന്ന് പിണറായിയുടെ കാതിൽ എന്തോ പറഞ്ഞു എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നു. അങ്ങനെ ഒന്ന് പറഞ്ഞായിട്ട് വീഡിയോയിലൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ പക്ഷേ അങ്ങനെയാണെങ്കിൽ ഗഡ്കരി ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭീകരൻ എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ തലവൻ എന്ന് പറഞ്ഞപ്പോൾ ഇസ്മയിൽ ഹനിയ ഓർക്കുന്നില്ലേ? ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരന്മാർ ഇരച്ചു കയറി 1500ഓളം പേര്, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ഗർഭിണികൾ, വൃദ്ധന്മാർ എല്ലാവരെയും ഉൾപ്പെടെ കൂട്ടക്കൊല ചെയ്ത, നിരവധി പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയ, ലോകത്തെ നടുക്കിയ ഏറ്റവും ക്രൂരമായ ജൂത കൂട്ടക്കൊലയുടെ ശില്പി ഇസ്മയിൽ ഹനിയയ്ക്ക് നിതിൻ ഗഡ്കരി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഭാഗ്യത്തിന് അതിൻ്റെ ചിത്രം ഇതുവരെ വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ ഗഡ്കരി ഇവിടുത്തെ സുഡാപ്പികൾ പറഞ്ഞേനെ, കണ്ടില്ലേ ഗഡ്കരി ഞങ്ങളുടെ ആളാണ്, ഹമാസിൻ്റെ ആളാണ്. ഗഡ്കരിയുടെ ഫോട്ടോ ഒരു വീട്ടിൽ വെച്ചേനെ. ആ ചിത്രം കിട്ടിയില്ല. പക്ഷേ ഗഡ്കരിയെ സംബന്ധിച്ച് ഗഡ്കരി ആൾ കൂളാണ്. ഗഡ്കരി അത് വീഡിയോയുടെ മുന്നിൽ പറഞ്ഞു, ഞാൻ ഇസ്മയിൽ ഹനിയയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. പേര് പറഞ്ഞില്ല. പേര് പറയാതെ അദ്ദേഹം കഥ പറഞ്ഞപ്പോൾ എല്ലാവരും തപ്പിപ്പോയി, ആർക്കായിരിക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത്. അപ്പോൾ ഗഡ്കരി ഇങ്ങനെ കഥ പറയുകയാണ്, ഞാൻ ഇറാനിലെ പുതിയ പ്രസിഡന്റ് വരുമ്പോൾ മസൂദ് പെഷസ്കിയാൻ ആണല്ലോ ഇറാനിലെ മറ്റേ പ്രസിഡന്റ്, മറ്റേ വിമാനം തകർന്ന് മരിച്ചുപോയി. അത് ഹമാസ് തട്ടിയാണെന്നാണ്, അല്ല ഇസ്രായേൽ തട്ടിയാണെന്നാണ് പറയുന്നത്. ഈ പേജർ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അരയിലും ഉണ്ടായിരുന്നൊരു പേജർ, അത് പൊട്ടിത്തെറിച്ച് മൂപ്പിലാൻ കാഞ്ഞു പോയതാണെന്നാണ് പറയപ്പെടുന്നത്. അത് ഇറാൻ്റെ പാർലമെൻറ്റിൽ ഈ പേജർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി ഹിസ്ബുള്ളയെ തകർത്തതിന് ശേഷം ഇറാൻ പാർലമെൻറ്റിൽ ചിലർ പറഞ്ഞു, നമ്മുടെ പ്രസിഡൻറ്റിന്, മരിച്ചുപോയ പ്രസിഡൻറ്റിൻ്റെ കയ്യിലും പേജർ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ അത് പൊട്ടിയിട്ടാണോ ഈ ഹെലികോപ്റ്റർ അപകടം ഉണ്ടായത് എന്നൊരു ചോദ്യം വന്നു. അതിനുശേഷമാണ് മസൂദ് പെഷസ്കിയാൻ ഇറാൻ്റെ പ്രസിഡൻ്റ് ആവുന്നത്. പ്രസിഡൻ്റ് എന്നൊക്കെ പേരേ ഉള്ളൂ. ഇപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ പോലെ കാര്യങ്ങളൊക്കെ സോണിയ തീരുമാനിക്കും എന്ന് പറയുന്ന പോലെ പെഷസ്കിയാൻ പ്രസിഡൻ്റായിട്ട് അവിടെ ഇരിക്കും. ഭരിക്കുന്നത് മറ്റേ താടിക്കാരൻ മണ്ണിനടിയിൽ പോയി ഒളിച്ചിരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, കളവൻ, എന്താ പേര്, ഖമനേയി ആണല്ലോ ഭരണം. അപ്പോൾ പേരിനൊരു പ്രസിഡൻ്റൊക്കെ ഉണ്ടാവും. കാരണം മതനേതാവിന് ഈ പറഞ്ഞ പോലെ ലോകരാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് രാജ്യത്തലവന്മാർ ചർച്ച ചെയ്യാനൊന്നും പങ്കെടുക്കില്ല. അതുകൊണ്ട് പ്രസിഡൻറ്റിനെ പാവയായിട്ട് വെച്ചേക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുകയാണ് 2024 ജൂലൈ 30 സത്യപ്രതിജ്ഞയ്ക്ക് ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ ക്ഷണിച്ചു. അപ്പോൾ ഇന്ത്യക്ക് ക്ഷണമുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പോവേണ്ടിയിരുന്നത്. പ്രധാനമന്ത്രിക്ക് പോകാൻ തരപ്പെട്ടില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഗഡ്കരി പോകാൻ പറഞ്ഞു. അങ്ങനെ ഗഡ്കരി പോയി.
അവിടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു ലോക വിദേശ രാജ്യത്തലവന്മാർക്ക് താമസം ഏർപ്പെടുത്തിയിരുന്നത്. വൈകുന്നേരം ഒരു ചായ സൽക്കാരം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു കോൺഫറൻസ് ഹാളിലിരുന്ന് 10-15 ആളുകൾ, ആ വീഡിയോ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്, 10-15 ആളുകൾ, ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാരെല്ലാം വന്നിരിക്കുന്നു. അവരെ തമ്മിൽ പരിചയപ്പെടുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, കോഫി കുടിക്കുന്നു. അപ്പോൾ ഒരാൾ മാത്രം ആ കൂട്ടത്തിരിപ്പുണ്ട്. അയാൾ ഒരു രാജ്യത്തിൻ്റെയും തലവനല്ല, ഒരു രാജ്യത്തെയും പ്രധാനപ്പെട്ട രാജ്യത്തലവനല്ല, രാജ്യത്തിൻ്റെ കൊടിയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഈ രാഷ്ട്രത്തലവൻ, രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ച് വന്ന ആളുടെ കൂട്ടത്തിരിപ്പുണ്ട്. എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, അദ്ദേഹത്തിനും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അപ്പോൾ ഗഡ്കരി എടുത്ത് ആര് എന്നൊക്കെ ആലോചിച്ചു. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. 2 വാക്ക് സംസാരിച്ചു. ഷെയ്ക്ക് ഹാൻഡ് കൈ കുലുക്കുമ്പോൾ ഉള്ള ഒരു കുശലമുണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിലെ ആളോട് ചോദിച്ചു ആരായിരുന്നു അയാൾ. അയാൾക്ക് ഭയങ്കര പരിഗണന, ഏറ്റവും മുന്നിലൊക്കെ നടക്കുന്നു, ഇറാൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പം ഏറ്റവും മുന്നിൽ നടക്കുന്ന അയാളാണ്, എന്നാൽ രാജ്യത്തിൻ്റെ തലവനുമല്ല. അത്രയും വലിയ പരിഗണന കൊടുക്കുന്ന ഈ കക്ഷി ആരാണ്, ഈ വിദ്വാൻ ആരാണെന്ന് ഗഡ്കരി പിന്നെ അന്വേഷിച്ച് പറഞ്ഞു. അത് ഹമാസിൻ്റെ തലവൻ ഇസ്മയിൽ ഹനിയാണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ ഏൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ചടങ്ങിൽ വിദേശ രാജ്യത്തലവന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുള്ള യോഗത്തിൽ രാജ്യത്തലവന്മാരെക്കാളും മുന്തിയ പരിഗണനയായിരുന്നു ആർക്ക്? ഇസ്മയിൽ ഹനിയയ്ക്ക്. അങ്ങനെ പെഷസ്കിയാൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. അവർ രാത്രി ഹോട്ടലിൽ വന്ന് കിടന്നുറങ്ങി. പിന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ് ഗഡ്കരി പറയുന്നത്. പുലർച്ചെ 4 മണിയായപ്പോൾ ഗഡ്കരി താമസിക്കുന്ന ഹോട്ടലിൻ്റെ റൂമിൽ വന്ന് ആരോ മുട്ടുന്നു. ആദ്യം അത് ഉണർന്നില്ല. കുറച്ച് കഴിഞ്ഞ് ശബ്ദം കേട്ട് ഉണർന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ തലവൻ മന്ത്രിയുടെ കൂടെ പോകുന്ന ടീമുണ്ടല്ലോ, സാർ നമുക്ക് ഉടനെ ഇവിടുന്ന് പോകണം, ഉടൻ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം എന്ന് പറയുന്നു. പുള്ളി ഓർക്കുന്നത് വെളുപ്പം കാലത്ത് എന്തിനായി പോകണം, കൊച്ചു വെളുപ്പം കാലമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ പണ്ടൊരു കഥ എന്നോട് നമ്മുടെ എറണാകുളത്തെ BJP നേതാവ് രാജഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് പോകാം. ഗഡ്കരി കൊച്ചി വന്നിട്ടുണ്ട്. കൊച്ചി എത്തി രാത്രി 12 മണിയൊക്കെ ആയപ്പോൾ എത്തി പിറ്റേ അദ്ദേഹത്തിന് അതിരാവിലെ അദ്ദേഹത്തിന് ഒരു ക്ഷേത്ര ദർശനത്തിന് പോകണം. വെളുപ്പിന് ആകെ ഒരു മുണ്ട് ഷർട്ട്, ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂ. രാത്രി വസ്ത്രം മാറണം. രാവിലെ വെളുപ്പിനെ പോകണമെങ്കിൽ വസ്ത്രം വേണ്ടേ? കടകളെല്ലാം അടച്ചുപോയി. ഗഡ്കരിക്ക് പറ്റുന്ന കുപ്പായം വേണം. അവസാനം രാജഗോപാൽ, മുത്തു എന്നൊരാളം കയറി വിളിക്കുന്ന രാജഗോപാലിന് വിളിപോയി. രാജഗോപാൽ ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞു. മോദിയെ ചെറിയ സ്മാരകം എടുത്തതെന്ന് പറഞ്ഞു. എറണാകുളത്തെ 2-3 കടകൾ രാത്രി 1 മണിക്കോ 2 മണിക്കോ തുറന്നു. ഗഡ്കരിക്കുള്ള കുപ്പായം വന്നു എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ പറയുന്നത്, നിതിൻ ഗഡ്കരിയെ പോലെ ഒരാൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഒരു ഷർട്ടും മുണ്ടും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഒരു സംഘപ്രവർത്തകരൊക്കെ പണ്ട് ജീവിക്കുന്ന പോലെ അത്രയും ലളിതമായി ഈ പറയുന്ന പോലെ ഗഡ്കരിയെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ കോർപ്പറേറ്റ് എന്നൊക്കെ പറയും, അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ വെളുപ്പിനെ ഉള്ളി എന്ത് പോകാൻ, ഒന്നും കാര്യമായിട്ടൊന്നും എടുക്കാനില്ല, എന്നാൽ ഇപ്പോൾ പോയേക്കാന്ന് പറയും. എന്താ സംഭവം? അപ്പോഴാണ് ഈ സഹായി പറയുന്നത്, ഒരു സംഭവം ഉണ്ടായി, സാറ് ഇന്നലെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ലേ, ആ പുള്ളി വടിയായി. എന്ത് പറ്റിയെന്നറിയത്തില്ല, അയാൾ താമസിക്കുന്ന മുറി അങ്ങ് പൊട്ടിത്തെറിച്ചു, ആൾ കാഞ്ഞുപോയി. ഇതേ ഹോട്ടലിലാണെന്ന് പറയുന്നു. പക്ഷേ നമ്മളന്ന് കേട്ടത് IRGC, ഇറാനിയൻ റിപ്പബ്ലിക്കൻ റവല്യൂഷണറി ഗാർഡ്സ് ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രത്യേക സേനാ വിഭാഗം, അവരുടെ ഗസ്റ്റ് ഹൗസിലാണ് മരിച്ചതെന്ന് പറയുന്നു. ഇനിയിപ്പോൾ വൈകിട്ട് ഇയാളെ അങ്ങോട്ട് എല്ലാവരും കണ്ടു പിരിഞ്ഞതിന് ശേഷം ഇയാളെ മാത്രം അതീവ സുരക്ഷയുള്ള ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയതാണെന്ന് അറിയില്ല. ഗഡ്കരി പറയുന്നതിൽ അവസാനം ഞാൻ കണ്ടത് ഈ കോഫി കുടിക്കുന്ന ഹോട്ടലിൽ വെച്ചാണ്. ഞങ്ങൾ കോഫി എല്ലാം കുടിച്ച് എല്ലാവരും ഹോട്ടലിലേക്ക് പോയി. അന്ന് പുലർച്ചെ രാത്രി എണീക്കുമ്പോഴാണ് ആൾ തട്ടിപ്പോയി, ആ മുറിയിൽ താമസിക്കുന്ന ആൾ മരിച്ചു. ആര് മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇസ്മയിൽ ഹനിയ. അപ്പം ഗഡ്കരിക്ക് അത്ഭുതം, ഇത് കൃത്യം ഒരാൾ താമസിക്കുന്ന കൃത്യം ആ മുറിക്കകത്ത് അയാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് കിടക്കുന്നു. ഹോട്ടൽ മുറിയാണെങ്കിലും ഗസ്റ്റ് ഹൗസിൻ്റെ മുറിയാണ്, അത് മാത്രം തകർന്നു പോകുന്നു. ഇതെങ്ങനെ പറ്റുന്നു? ഇപ്പോഴും ദുരൂഹമാണ്. ചിലരൊക്കെ പറയുന്നു ഇസ്രായേൽ അതിസൂക്ഷ്മതയുടെ ഒരു പ്രസിഷൻ മിസൈൽ സ്ട്രൈക്ക് നടത്തിയാണ് ഹോട്ടൽ മുറി കൃത്യമായിട്ട് ആക്രമിച്ച് തകർത്തു എന്ന് പറയുന്നവരുണ്ട്. മറ്റൊരു തിയറി പറയുന്നത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഖമനേയിയുടെ നേതൃത്വത്തിലുള്ള നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു എലീറ്റ് ഫോഴ്സാണ്. അവരിൽ തന്നെ മൊസാദിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അവർ നേരത്തെ ഇയാൾ വന്നാൽ, ഇതിനു മുമ്പ് വന്നപ്പോഴും ഇയാൾ താമസിക്കാറുള്ള മുറി ഏതാണെന്ന് നോക്കി വെച്ചു. എന്നിട്ട് മാസങ്ങൾക്ക് മുമ്പേ ഈ കിടക്കയുടെ അടിയിൽ ബോംബ് വെച്ചിരുന്നു. എന്നിട്ട് ഹനിയ അവിടെ വരും. ഹനിയ വരുമ്പോൾ റിമോട്ട് കൺട്രോൾ കൊണ്ട് പൊട്ടിത്തെറിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് വേറൊരു ചോദ്യമുണ്ട്. അതായത് ഹനിയ ഉടനെ ഇറാനിലേക്ക് വരാൻ ഹനിയ വരാൻ മാത്രമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകണം.
ചുമ്മാ അവിടെ എന്തെങ്കിലും തട്ടുകട ഉദ്ഘാടനത്തിന് പുള്ളി വരത്തില്ലോ. അപ്പോൾ ഹനിയെ പോലെയുള്ള ഒരാൾ അവിടെ ഔദ്യോഗികമായി പങ്കെടുക്കാൻ ഉതകുമാറ് ഒരു സംഭവം ഉണ്ടാകണം. അപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് തട്ടിപ്പോയി, പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, ഒന്നുകിൽ തട്ടിപ്പോയപ്പോൾ ശവടക്കിന് വരും, അല്ലെങ്കിൽ പുതിയ ആൾ വരുമ്പോൾ പുതിയ ആളിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വരും. ഇത് രണ്ടും ആര് പ്ലാൻ ചെയ്തു? മൊസാദ് പ്ലാൻ ചെയ്തു. അപ്പം ആരായിരിക്കും പഴയ പ്രസിഡന്റിനെ തട്ടിയത്? ഹനിയെ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലേ? ഇസ്മയിൽ ഹനിയെ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പ്ലാൻ ചെയ്ത്. അത് മാത്രമല്ല, ഈ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ അധീനതയിലുള്ള ഗസ്റ്റ് ഹൗസിലെ മുറിയിൽ കട്ടിലിനടിയിൽ ബോംബ് വെക്കണമെങ്കിൽ ആര് സഹായിച്ചിട്ടുണ്ടാവണം? IRGCയുടെ കമാൻഡോസ് സഹായിച്ചിട്ടുണ്ടാവണം. ഇത്തരം ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ഗഡ്കരി പറയുന്നത്, ഞാനിത് കേട്ട് അന്തം വിട്ടു. ഇതെന്തൊരു ഓപ്പറേഷനാണ്! ഒരു മനുഷ്യൻ വരുമെന്നും അയാൾ ഇന്ന് വന്നാൽ അയാൾ വരാനുള്ള സാഹചര്യം ഉണ്ടാവും, സാഹചര്യം ഉണ്ടാക്കി അയാളെ വരുത്തിയിട്ട് അയാൾ താമസിക്കുന്ന മുറി ഏതാണെന്ന് നേരത്തെ കണ്ടുവച്ചു. എന്നിട്ട് കൃത്യം ആ മുറിയിലേക്ക് മാത്രം ആക്രമണം നടത്തുക, ഒരാളെ കൊല്ലുക. അപ്പോൾ ശത്രുക്കളെ തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ ഗഡ്കരി ആലോചിച്ചാണ്, ഇന്നലെ വൈകിട്ട് ഞാൻ കൈ കൊടുത്ത ആളാണ് കേട്ടോ. ഈ പണ്ട് പിണറായി വിജയൻ പ്രാവ് പറത്തിയില്ലേ, ആ പ്രാവ് ചത്തുപോയി എന്ന് പറഞ്ഞ പോലെ ഈ ഹമാസിനെ ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളുടെ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായി കണ്ട് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഒരു വലിയ പ്രസ്ഥാനമാണ് ആർ എസ് എസിലൂടെ വളർന്നു വന്ന ആളാണ് ആര്? നിതിൻ ഗഡ്കരി. അങ്ങനെ നിതിൻ ഗഡ്കരി ഒരു ഷെയ്ക്കാറ്റ് കൊടുത്തപ്പോൾ ഹമാസിൻ്റെ ശത്രുവായ സംഘത്തിൻ്റെ പ്രതിനിധിയെപ്പോലെ നിതിൻ ഗഡ്കരി ഒരു ഷെയ്ക്കാറ്റ് കൊടുത്തപ്പോൾ പിറ്റേ ദിവസം അയാൾ കാഞ്ഞുപോയി എന്നുകൊണ്ട് വ്യാഖ്യാനം വേണേൽ ഉണ്ടാക്കാം. അതത്ര നല്ല വ്യാഖ്യാനമല്ല, എന്നാൽ പോലും അത് ലോകത്തിന് ഗുണമുണ്ടാകുന്നൊരു വ്യാഖ്യാനം. കാരണം ലോകത്തിലെ ഒരു ഭീകരൻ അവസാനിച്ചു. ലോകത്ത് മനുഷ്യത്വം എന്ന് പറയുന്ന ഇതില്ലാത്ത നിർദ്ദയമായി കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും, ശൂലം ഗർഭിണി എന്നൊക്കെ ഇവിടെ വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊല്ലുന്നതിനകത്ത് ഒരു കൂസലുമില്ലാതെ അതൊക്കെ ചെയ്യാൻ മനസ്സുള്ള ഒരു കൊടും ഭീകരൻ കൊല്ലപ്പെട്ടു എന്നത് വലിയ സന്തോഷകരമാണ്. ആരുടെയും മരണം നമ്മളെ സന്തോഷിപ്പിക്കാറില്ല. പക്ഷേ ഇതൊരു സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഇത്തരം ഒരു ആളുകളൊന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യോഗ്യരല്ല. ഏതായാലും ഇതാണ് കഥ. ഇതിന് ഗഡ്കരിക്ക് ഹമാസ് ബന്ധമെന്നോ ഭീകരബന്ധമോ ഒന്നും പറയണ്ട. വേണമെങ്കിൽ തമാശ പോലെ പറയാം. പക്ഷേ സംഗതി ഇതാണ്, ഇതൊരു രസമുള്ള കഥയാണ്. മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. ഗഡ്കരി പറഞ്ഞില്ലെങ്കിൽ ഇതൊട്ട് അറിയാനും പോകുന്നത് ഗഡ്കരി ഇത് പറഞ്ഞു എന്നതാണ് ഗഡ്കരിയുടെ വലിപ്പം. ഒരു കാര്യം ചെയ്യണം, ഒരു സഹായം വേണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിലെ ലോഗോ IND ലൈവ് എന്ന് കിടന്ന ലോഗോയുടെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ചാനൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബാറിലൊന്ന് അമർത്തുക. എന്നിട്ട് ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾ സഹായിക്കലാണ് ചെയ്യുക. അതോടെ നിരന്തരം മറ്റുള്ളവർ പറയാത്ത വാർത്തകളുമായി ഞങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മുന്നിലെത്താൻ കഴിയും. സഹായിക്കണം.